ഹലോ. നമ്മൾ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അട, 4 മണിക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ചക്കപ്പഴം ചേർത്തിട്ടാണ് നമ്മൾ ഈ അട തയ്യാറാക്കുന്നത്. അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കൂഴച്ചക്കയുടെ പഴമാണ് എടുത്തിട്ടുള്ളത്, വരിക്കച്ചക്കയല്ല. ഈ ചക്കപ്പഴം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാനായിട്ട് പോവുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോൾ കറണ്ട് പോയി. അപ്പോഴാണ് ഓർത്തത് നമുക്കിവിടെ ചോപ്പർ ഉണ്ടല്ലോ, ചോപ്പറിലൊന്ന് അടിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, പോയി വന്നുമൊക്കെ നിൽക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, അതാണ്. ഇനി നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, കുറച്ച് മതിയെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. ഇനി മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം ചേർത്ത് കൊണ്ട് മധുരം അധികം ആവശ്യമായിട്ട് വരില്ല. എങ്കിലും ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഏലക്ക പൊടിച്ചതാണിത്, അതുകൂടി ഇതിലങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല ഭംഗിയായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമാണ്, ചേർക്കേണ്ടി വരും. നമ്മൾ ഈ അട ഉണ്ടാക്കുന്നത് കല്ലിൽ തന്നെ പരത്തിയാണ്. ഇലയുണ്ടെങ്കിൽ ഇലയിൽ പരത്തി ഉണ്ടാക്കാവുന്നതാണ്. എനിക്ക് ഇല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്ലിലുണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ദോശപ്പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കൈകൊണ്ട് തന്നെ പരത്തിക്കൊടുത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കൂഴപ്പഴം മാത്രമല്ല, നമ്മുടെ വരിക്കച്ചക്ക ഉപയോഗിച്ചും ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഈവനിങ്ങിൽ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന അടയാണ്. ഒരു സൈഡ് നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വെട്ടം കുറവുള്ളത്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഒന്ന് മുരിയുന്ന കളറൊക്കെ ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് എടുക്കാം. ഒരു സൈഡ് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ മറു സൈഡും കൂടെ അതുപോലെ ആയതിനു ശേഷം നമുക്ക് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടയാണ്. അട നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റുകയാണ്. പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇട്ടെടുക്കാം.
പാനിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ തടവി കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. ഞാനിത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഒന്നും ഇതിൽ തേക്കുന്നില്ല. അടുത്തത് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള അടകളെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. കറണ്ട് വീണ്ടും വന്നും പോയി ഒക്കെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വെട്ടത്തിൻ്റെ അഭാവമുള്ളത്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള അട എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വാഴയില ഇല്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇത് ദോശക്കല്ലിൽ നല്ല സൂപ്പറായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന അടയാണ്. നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.